നാമക്കല്ലിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പം നാമക്കല്ല് തന്നെയാണ് ഇത്, വെളിയിൽ ചാടിയിട്ടില്ല. അപ്പോൾ ഇതാണ് കോഴിപ്പന്ന. നാമക്കല്ല് കോഴിപ്പന്നയാണ്. ഞങ്ങൾ അകത്തേക്ക് പോകുന്നില്ലേ, കാരണം വല്ല ഇൻഫെക്ഷനൊക്കെ സംഭവിച്ചതിന് മേലാതിരിക്കുന്നതുകൊണ്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പ്രശ്നം. അതുകൊണ്ട് അകത്തേക്ക് പോകുന്നില്ല, കോഴിയല്ല നിറയെ. അപ്പം നമ്മുടെ ഇവിടെ നാമക്കല്ലിൽ നിന്നാണ് നാട്ടിലേക്ക് നിറയെ കോഴിയൊക്കെ കൊണ്ടുവരുന്നത്. കോഴിമുട്ടയും കൊണ്ടുവരുന്നതൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കോഴിയൊക്കെ റോഡിൽ നിന്ന് എടുക്കുന്നത്. എത്ര വലുതാന്ന് നോക്കിയേ. ഇവിടെ നിന്നിട്ടുകൂടി നല്ല നാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് പോയാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നിന്നിട്ടേ ഭയങ്കര നാറ്റം കേട്ടോ. ഒരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ്. കരിമ്പനകളെല്ലാം വെട്ടി നല്ല ഭംഗിക്ക് നിർത്തിയേക്കുന്നത് കണ്ടപ്പോൾ കാണാൻ നല്ല ഭംഗി തോന്നി. അപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാന്ന് കരുതി. അപ്പോൾ ദൂരെ കാണുന്ന മലയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് തൃച്ചംകോട് മല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ടെമ്പിളുണ്ട്. തൃച്ചംകോട് ഏകദേശം ഈ റോഡിൻ്റെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ നാമക്കൽ എന്ന് പറയുന്നത് ഈ റോഡിന് ഒരു 65 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ സ്വാഭാവികമായിട്ടും ഒരു മലയുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊരു ക്ഷേത്രം ഉണ്ടായിരിക്കും. അത് ഈ മിക്ക സ്ഥലത്ത് തന്നെ കാണുന്നുണ്ട് കേട്ടോ. അത് ശിവനാകാം, മുരുകനാകാം, ഏതായാലും ഒരു അമ്പലം കാണാം. നമ്മൾ രാവിലെ പുറപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലായിടവും കണ്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ഏകദേശം ഒരു 4-4:30 ആയിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മൾ പോണ വീഡിയോയിൽ നമുക്ക് കാറിന് പണി കിട്ടിയ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ. പക്ഷേ നമുക്ക് അടുത്ത ദിവസം തന്നെ വണ്ടി സർവീസ് ചെയ്ത് തന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അത് തൃച്ചംകോട് മലയാണ്. അതിൻ്റെ മുകളിൽ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ആ അമ്പലത്തിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുകയും വേണേ. അപ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞങ്ങൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പം ആരും പോവല്ലോ കേട്ടോ. അവരവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ അതിന് ബാക്കിയുണ്ട്. നമ്മൾ മുകളിലേക്കൊക്കെ കയറണ്ടേ. അപ്പോൾ ഇവിടെ തന്നെ കാണണം കേട്ടോ.